ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു AutoMonk. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെന്ന് പറയുന്നത് ഇതും ഇതെന്താണെന്ന് കുറേ പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് തന്നെയാണ്. ഇത് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ സൗണ്ടാണ് ആദ്യം കേട്ടത്. പിന്നെ ഇത് 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ സൗണ്ടാണ് നിങ്ങൾ രണ്ടാമത് കേട്ടത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിൻ്റെയും 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങും അത് തമ്മിലുള്ള ഒരു കമ്പാരിസണുമാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ വർക്കിങ്ങിലേക്ക് പോകുന്നതിന് മുന്നേ വർക്കിംഗ് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ എഞ്ചിൻ്റെ പാർട്സും കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ടേംസും കുറച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം കമ്പോണൻസ് എന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. ആദ്യം തന്നെ വാൽവ്സ്, 2 ടൈപ്പ് വാൽവ് ഉണ്ട്. ഇൻടേക്ക് വാൽവും എക്സോസ്റ്റ് വാൽവും വരുന്നുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിൻ എടുക്കുകയാണെങ്കിൽ ഇൻടേക്ക് വാൽവ് എന്ന് പറയുന്നത് ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ കമ്പഷൻ ചേമ്പേഴ്സിൻ്റെ അകത്തോട്ട് വരുന്ന വാൽവാണ് ഇൻടേക്ക് വാൽവ്. അപ്പോൾ കമ്പഷൻ ചേമ്പർ എന്താണെന്ന് വെച്ചാൽ ഈ എയർ ഫ്യൂൽ മിക്സർ കത്തുന്ന ആ ഒരു സ്പേസ് ഉണ്ട് പിസ്റ്റൻ്റെ മേളിൽ സിലിണ്ടറിൻ്റെ അകത്തായിട്ട്. ആ ഒരു സ്പേസിനെയാണ് കമ്പഷൻ ചേമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. ആ കത്തിക്കുന്ന ആ പ്രോസസ്സിനെയാണ് കമ്പഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കത്തിക്കഴിഞ്ഞിട്ടുള്ള ഈ എക്സോസ്റ്റ് ഗ്യാസസ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള വാൽവാണ് എക്സോസ്റ്റ് വാൽവ് എന്ന് പറയുന്നത്. പിന്നെ ഈ എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്പാർക്ക് പ്ലഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കമ്പോണൻസ്. പിന്നെ പിസ്റ്റനുണ്ട്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്. പിസ്റ്റനെ ക്രാങ്ക് ഷാഫ്റ്റിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാർട്ടാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നാണ് നമ്മൾ പവർ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇത്രയൊക്കെയാണ് കമ്പോണൻസ്. അപ്പോൾ ഇനി കുറച്ച് ടേംസ് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ടേംസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ TDC എന്ന് പറയാം. TDC എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയും. അതായത് പിസ്റ്റൻ ട്രാവൽ ചെയ്ത് ഏറ്റവും അപ്പർ മോസ്റ്റ് പൊസിഷനിൽ എത്തുന്ന ആ ഒരു പൊസിഷൻ, പിസ്റ്റന് ഏറ്റവും മേളിൽ വരെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ പൊസിഷനെയാണ് ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് പിസ്റ്റൻ റിട്ടേൺ എടുത്തിട്ട് പിന്നെ ഏറ്റവും ബോട്ടം മോസ്റ്റ് പൊസിഷൻ വരെ പിസ്റ്റൻ ട്രാവൽ ചെയ്യും. അപ്പോൾ ആ ബോട്ടം മോസ്റ്റ് പൊസിഷനെയാണ് ബോട്ടം ഡെഡ് സെൻറ്റർ അല്ലെങ്കിൽ BDC എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ഈ ടേംസും കമ്പോണൻസിൻ്റെയും പേരൊക്കെ ഞാൻ വീഡിയോയിൽ ത്രൂ ഔട്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇത് നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് വർക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 4 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിങ്ങിനെ പറ്റിയിട്ട് നോക്കാം. ആ പേരിൽ നിന്ന് തന്നെ അറിയാം, 4 സ്ട്രോക്ക് എഞ്ചിന് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് പിസ്റ്റൻ്റെ 4 സ്ട്രോക്ക് വെച്ചിട്ടാണ്. അപ്പോൾ സ്ട്രോക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റൻ്റെ ഒരു മൂവ്മെൻറ്റ്, അതായത് ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ മൂവ് ചെയ്യുന്നതോ അതിനൊരു സ്ട്രോക്കായിട്ട് കൗണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ മൂവ് ചെയ്യുന്നതോ ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സ്ട്രോക്കായിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. ഈ സ്ട്രോക്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യും. അതേ സമയത്ത് തന്നെ നമ്മുടെ ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കും. ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കുകയും ചെയ്യും. പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ ഇൻടേക്ക് വാൽവ് വഴി കമ്പഷൻ ചേമ്പേഴ്സിനകത്ത് എൻട്രി ചെയ്യും. ഇതാണ് ആദ്യത്തെ സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഈ പിസ്റ്റൻ ഇപ്പോൾ BDCയിലാണല്ലോ നിൽക്കുന്നത്. ഈ BDCയിൽ എത്തുന്നത് നമ്മുടെ ഇൻടേക്ക് വാൽവ് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ഈ സമയത്തെന്ന് പറയുന്നത് 2 വാൽവ്സും ക്ലോസ് ആയിട്ടിരിക്കും. അപ്പോൾ അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് പിസ്റ്റൻ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് കമ്പഷൻ ചേമ്പറിൻ്റെ അകത്തുള്ള എയർ ഫ്യൂൽ മിക്സറിനെ അത് കംപ്രസ് ചെയ്ത് ഒരു ഹൈ ടെമ്പറേച്ചർ പ്രഷർ വരെ എത്തിക്കും. ആ സ്ട്രോക്കിനെയാണ് നമ്മൾ കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് പിസ്റ്റൻ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്ത് എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്ത് വയ്ക്കും. അതാണ് കംപ്രഷൻ സ്ട്രോക്ക്. ആ സ്ട്രോക്കിൽ 2 വാൽവ്സും ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. നമ്മൾ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് നമ്മൾ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരുന്നു പറഞ്ഞായിരുന്നല്ലോ. ആ സ്പാർക്ക് പ്ലഗ് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ കംപ്രസ് ആയിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സർ ഇഗ്നേറ്റ് ആവും. അപ്പോൾ അത് ഇഗ്നേറ്റ് ആയിട്ട് ആ ഗ്യാസ് എല്ലാം കൂടെ എക്സ്പാൻഡ് ആയിട്ട് പിസ്റ്റൻ പിന്നെയും ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യും. ഈ സ്ട്രോക്കിനെയാണ് നമ്മൾ കമ്പഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഈ സ്ട്രോക്കിലാണ് മെയിനായിട്ട് പവർ വരുന്നത്. ആ ഗ്യാസ് ഇഗ്നേറ്റ് ആയിട്ട് ആ എക്സ്പ്ലോഷൻ്റെ ഫോഴ്സ് കാരണമാണ് പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ വരുന്നത്. ഈ സ്ട്രോക്കിലും 2 വാൽവ്സും ക്ലോസ് ആയിട്ട് തന്നെ ഇരിക്കും. അടുത്ത സ്ട്രോക്ക് എന്ന് പറയുന്നത് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയും. അതിൽ പിസ്റ്റൻ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യും. അപ്പോൾ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ടിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഈ ബേൺഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസസ് ആ എക്സോസ്റ്റ് വാൽവ് വഴി പുറത്തേക്ക് പോകും. ഇതാണ് എക്സോസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 സ്ട്രോക്ക് വെച്ചിട്ടാണ് 4 സ്ട്രോക്ക് എഞ്ചിന് വർക്കാവുന്നത്. അപ്പോൾ ഈ 4 പ്രോസസ്സ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര സ്പീഡിലാണ് ഈ 4 പ്രോസസ്സ് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 6000 RPM വർക്കാവുന്ന എഞ്ചിനാണെങ്കിൽ നിങ്ങൾ നോക്കൂ, 6000 RPM ഒരു മിനിറ്റിൽ 6000 ടൈംസ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു സെക്കൻഡിൽ 100 ടൈംസ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. ഈച്ച് റൊട്ടേഷൻ എന്ന് പറയുന്നത്
2 സ്ട്രോക്ക് ഓഫ് ദ പിസ്റ്റണാണ് ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ 200 ടൈംസ് പിസ്റ്റൺ മേളിലേക്കും താഴേക്കും പോകും. അതായത് മേളിലേക്ക് പോകുന്നത് ഒരു സ്ട്രോക്കായിട്ട് എടുത്താൽ 200 സ്ട്രോക്ക് ഒരു സെക്കൻഡിൽ വരും. അപ്പോൾ എന്തുമാത്രം ഫാസ്റ്റായിട്ടാണ് ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. അത്രയും ഫാസ്റ്റായിട്ടാണ് എല്ലാ പ്രോസസ്സ് നടക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഒരു 6000 RPM വർക്കാവുന്ന എഞ്ചിൻ്റെ കേസാണ് എടുത്ത് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ഡ്യൂക്ക് 390 പോലുള്ള ബൈക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ 11,000 RPM വരെയാണ് ആ എഞ്ചിൻ വർക്കാവുന്നത്. അപ്പോൾ അതപ്പം ഒരു സെക്കൻഡിൽ എത്ര പ്രാവശ്യമാണ് പിസ്റ്റൺ എല്ലാം മൂവ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാലും മനസ്സിലാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിംഗ്. ഇനി നമുക്ക് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ വർക്കിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിമ്പിളായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഇപ്പോൾ അധികം യൂസ് ചെയ്യുന്നില്ല 2 സ്ട്രോക്ക് എഞ്ചിൻസ്. പണ്ടത്തെ ബൈക്സിലൊക്കെ ആയിരുന്നു 2 സ്ട്രോക്ക് എഞ്ചിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ RX100 പോലുള്ള ബൈക്കിലൊക്കെയാണ് മെയിനായിട്ട് 2 സ്ട്രോക്ക് എഞ്ചിന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ 2 സ്ട്രോക്ക് എഞ്ചിൻസിലെന്ന് പറയുമ്പോൾ 4 സ്ട്രോക്കിൽ നിന്ന് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. ആ പേരിൽ നിന്ന് തന്നെ അറിയാം. 2 സ്ട്രോക്ക്, അതായത് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിസ്റ്റൻ്റെ 2 സ്ട്രോക്ക് മാത്രമാണ് 2 സ്ട്രോക്ക് എഞ്ചിന് യൂസ് ചെയ്യുന്നത്. അതാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ. അതിൻ്റെ വർക്കിങ്ങിലോട്ട് കിടക്കുകയാണെങ്കിൽ അതിൻ്റെ കമ്പോണൻസ് കുറച്ച് വ്യത്യാസമുണ്ട് 4 സ്ട്രോക്ക് എഞ്ചിൻ വെച്ച് നോക്കുമ്പോൾ. 4 സ്ട്രോക്കിൽ നമുക്ക് ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ഉണ്ടായിരുന്നു. പക്ഷേ 2 സ്ട്രോക്കിൽ നമുക്ക് വാൽവ് വരുന്നില്ല, പകരം പോർട്ടാണ് വരുന്നത്. ഇൻലെറ്റ് പോർട്ടും എക്സോസ്റ്റ് പോർട്ടും ഒരു ട്രാൻസ്ഫർ പോർട്ടും നമുക്ക് കാണും. 2 സ്ട്രോക്ക് എഞ്ചിൻസിൽ ഈ 3 പോർട്ടുമാണ് മെയിനായിട്ട് വരുന്നത്. ഇതിൽ 2 എയർ ചേമ്പേഴ്സ് ഉണ്ട്. നേരത്തെ ഞാൻ കമ്പഷൻ ചേമ്പർ, പിസ്റ്റൻ്റെ മേളിലുള്ള സ്പേസിനെയാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ഉള്ളത് ക്രാങ്ക് കേസ് എന്ന് പറയും. അപ്പോൾ ഇത് ഈ 2 സ്ട്രോക്ക് എഞ്ചിനിലെന്ന് പറയുമ്പോൾ ക്രാങ്ക് കേസും ഒരു എയർ ചേമ്പറായിട്ട് ആക്ട് ചെയ്യും. അത് നിങ്ങൾ വർക്കിംഗ് പറയുമ്പോൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമുക്ക് വർക്കിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ്റെ വർക്കിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രോക്കിൽ 2 പ്രോസസ്സാണ് 2 സ്ട്രോക്ക് എഞ്ചിൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ 4 സ്ട്രോക്കിൽ ഒരു പ്രോസസ്സ് മാത്രമായിരുന്നു കംപ്ലീറ്റ് ചെയ്തിരുന്നത്. ഇതിൽ ഒരു സ്ട്രോക്കിൽ 2 പ്രോസസ്സാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ പിസ്റ്റൺ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കമ്പഷൻ ചേമ്പേഴ്സിൻ്റെ അകത്തുള്ള ഫ്രഷ് എയർ ഫ്യൂൽ മിക്സറിനെ ഇത് കംപ്രസ് ചെയ്ത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വരെ എത്തിച്ചു വയ്ക്കും. അറ്റ് ദ സെയിം ടൈം താഴെ ക്രാങ്ക് കേസിനകത്ത് ഒരു എയർ ചേമ്പറാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതായത് ക്രാങ്ക് കേസിൽ ഇത് പിസ്റ്റൺ മേളിലോട്ട് പോകുമ്പോൾ താഴെ ഒരു സക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അത് കാരണം ഈ സക്ഷൻ കാരണം ഇൻടേക്ക് പോർട്ട് വഴി ഫ്രഷ് എയർ ഫ്യൂൽ മിക്സർ താഴെ ക്രാങ്ക് കേസിനകത്ത് കിടക്കും. ഈ ഇൻടേക്ക് പോർട്ടിൻ്റെ അവിടെ ഒരു വാൽവ് ഉണ്ട്. അത് 1 വേ ഓപ്പണിംഗ് വാൽവാണ്. അത് മെക്കാനിക്കലി ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് പിസ്റ്റൺ മേളിലേക്ക് പോകുമ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ സക്ഷൻ കാരണം തന്നെ ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സർ നമ്മൾ ക്രാങ്ക് കേസിൽ വന്ന് സ്റ്റോറായിട്ട് കിടക്കും. ഇതാണ് ആദ്യത്തെ സ്ട്രോക്കിൽ നടക്കുന്ന 2 പ്രോസസ്സ്. ഇനി അടുത്ത പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈ ടെമ്പറേച്ചറിൽ വരെ കംപ്രസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഈ കംപ്രസ് ചെയ്ത് വെച്ചേക്കുന്ന എയർ ഫ്യൂൽ മിക്സറിനെ സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്ത് ഇഗ്നേറ്റ് ചെയ്യും. അപ്പോൾ എയർ ഫ്യൂൽ മിക്സർ ഇഗ്നേറ്റ് ആയിട്ട് ഒരു എക്സ്പ്ലോഷൻ സംഭവിക്കും. ആ എക്സ്പ്ലോഷൻ്റെ ഫോഴ്സ് കാരണം പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യും. അപ്പോൾ അത് ട്രാവൽ ചെയ്യുമ്പോൾ തന്നെ കുറേ പ്രോസസ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് നടക്കും. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പിസ്റ്റൺ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്ന് ബോട്ടം ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യുമ്പോൾ ആദ്യം അൺകവർ ചെയ്യുന്നത് എക്സോസ്റ്റ് പോർട്ടിനെയാണ്. എക്സോസ്റ്റ് പോർട്ടിനെ ആദ്യം അൺകവർ ചെയ്യുമ്പോൾ കുറച്ച് എക്സോസ്റ്റ് ഗ്യാസസ് അപ്പോൾ തന്നെ എക്സോസ്റ്റ് പോർട്ട് വഴിയിട്ട് എസ്കേപ്പ് ആവും. ഈ എക്സോസ്റ്റ് പോർട്ട് അൺകവർ ചെയ്ത് കുറച്ച് ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ്സ് കഴിയുമ്പോൾ ഉടനെ തന്നെ ട്രാൻസ്ഫർ പോർട്ട് അൺകവർ ചെയ്യും. പിസ്റ്റൺ മേളിൽ നിന്ന് താഴോട്ട് വരുന്നതുകൊണ്ട് ഈ ക്രാങ്ക് കേസിലുള്ള എയർ ഫ്യൂൽ മിക്സർ കംപ്രസ് ആവുന്നതുകൊണ്ട് ഈ ട്രാൻസ്ഫർ പോർട്ട് ഓപ്പൺ ആവുന്നതുകൊണ്ടും എയർ ഫ്യൂൽ മിക്സർ, അതായത് ക്രാങ്ക് കേസിനകത്തുള്ള എയർ ഫ്യൂൽ മിക്സർ ട്രാൻസ്ഫർ പോർട്ട് വഴി നമ്മുടെ കമ്പഷൻ ചേമ്പേഴ്സിൻ്റെ അകത്തേക്ക് കടക്കും. ഇതകത്തേക്ക് കിടക്കുന്ന അതേ സമയത്ത് തന്നെ ബേൺഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസസിനെ ഫ്രഷ് ചാർജ് ഇതുവഴി തള്ളി പുഷ് ചെയ്ത് നമ്മുടെ എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് കളയും. അപ്പോൾ ബേൺഡ് ആയിട്ടുള്ള എക്സോസ്റ്റ് ഗ്യാസസ് എക്സോസ്റ്റ് പോർട്ട് വഴി എസ്കേപ്പ് ആവും. ഇനി ഇതേ പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഫ്രഷ് ചാർജ് ഇപ്പോൾ ട്രാൻസ്ഫർ പോർട്ടിൽ നിന്ന് നേരെ കമ്പഷൻ ചേമ്പേഴ്സിൻ്റെ അകത്തിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ പിസ്റ്റൺ പിന്നെയും ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ ട്രാവൽ ചെയ്യുന്നു, പിന്നെയും കംപ്രസ് ചെയ്യുന്നു. ഇതേ പ്രോസസ്സ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 സ്ട്രോക്ക് എഞ്ചിൻസ് ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഒരു റെവല്യൂഷനിൽ ഓരോ പവർ സ്ട്രോക്ക് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിൻസ് 2 റെവല്യൂഷനിൽ മാത്രമാണ് ഒരു പവർ സ്ട്രോക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് 2 സ്ട്രോക്ക് എഞ്ചിൻസ് കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരേ ഡിസ്പ്ലേസ്മെൻറ്റിലുള്ള 2 സ്ട്രോക്ക് എഞ്ചിൻസ് എടുക്കുകയാണെങ്കിൽ തിയററ്റിക്കലി 2 ടൈംസ് പവർ തരേണ്ടതാണ്. പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി നോക്കുമ്പോൾ 1.35 ടൈംസ് എക്സ്ട്രാ പവറാണ് 2 സ്ട്രോക്ക് എഞ്ചിൻസ് തരുന്നത്. ഇനി മെയിനായിട്ട് കമ്പയർ ചെയ്ത് ഡിഫറൻസസ് പറയുകയാണെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിൻസ് കുറച്ചുകൂടെ 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ലൈറ്ററാണ്. കാരണം അതിൽ
വേറെ അധികം കമ്പോണൻസ് ഒന്നും വരുന്നില്ല. 4 സ്ട്രോക്കിൽ ആണെങ്കിൽ നമുക്ക് ഇൻടേക്ക് വാൽവ് ഉണ്ടായിരുന്നു, എക്സോസ്റ്റ് വാൽവ് ഉണ്ടായിരുന്നു. ഇതിൽ ആ വാൽവിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പിസ്റ്റൺ തന്നെ ഒരു വാൽവായിട്ട് ആക്ട് ചെയ്യും. അതായത് എക്സോസ്റ്റ് പോർട്ടും ഇൻലെറ്റ് പോർട്ടും ഉള്ളതുകൊണ്ട് പിസ്റ്റൺ അതിനെ കവർ ചെയ്ത് അൺകവർ ചെയ്ത് വരുമ്പോൾ നമുക്ക് വാൽവിൻ്റെ ആവശ്യം 2 സ്ട്രോക്ക് എൻജിൻസിൽ വരുന്നില്ല. പിന്നീട് 4 സ്ട്രോക്ക് എൻജിൻസിൽ നമുക്ക് എക്സ്ട്രാ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യണമായിരുന്നു. 2 സ്ട്രോക്കിൽ ലൂബ്രിക്കേഷൻ ഓയിൽ പെട്രോളിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് എക്സ്ട്രാ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ 2 സ്ട്രോക്ക് ആൻഡ് 4 സ്ട്രോക്ക് പെട്രോൾ എൻജിൻസിൻ്റെ വർക്കിങ്ങും ഡിഫറൻസസും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. ഇനിയും ഇതുപോലുള്ള ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനും ഓട്ടോമൊബൈൽ റിവ്യൂസിനും വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.